ഞാനെൻ്റെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞിരുന്നു ബുള്ളറ്റ് ജേർണലിംഗ് എന്ന ഒരു ജേർണലിംഗ് മെത്തേഡാണ് എൻ്റെ ഫേവറേറ്റ് എന്നുള്ളത്. ഇതാണ് ഞാൻ ഏകദേശം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ജേർണലിംഗ് മെത്തേഡാണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡ് എന്താണെന്ന് പരിചയപ്പെടുത്തലാണ്. എന്താണ് ഈ ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡ് എന്നാദ്യം നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് വെറും ഒരു നോട്ട്ബുക്ക്, ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൻസി നോട്ട്ബുക്ക് വേണമെന്നില്ല, ഒരു സാധാരണ ഒരു നോട്ട് പുസ്തകം, ഒരു പേന, ഒരു സ്കെയിൽ, റൂളർ അല്ലെങ്കിൽ സ്കെയിൽ, ഇത്രയും 3 സാധനങ്ങൾ മതി നമുക്കിത് ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ. സാധാരണ നിങ്ങളിപ്പോൾ ഒരു ജേർണൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഒരു ദിവസത്തിന് ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് എന്നുള്ള കണക്കിനായിരിക്കും. ബുള്ളറ്റ് ജേർണലിങ്ങിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ ഡേറ്റ് ഇടുന്നു, നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് എനിക്ക് ഹാഫ് പേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഒരു 2 പേജ് ഉപയോഗിക്കേണ്ടതിൽ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ ഇനി പരിചയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കളക്ഷൻസ്, ട്രാക്കേഴ്സും, ഡെയിലി ലോഗിങ്, അങ്ങനെ മറ്റു പല സാധനങ്ങൾ. അപ്പോൾ ഡെയിലി എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനിടയിൽ വേണമെങ്കിൽ നമുക്കൊരു പേജ്, ഒരു കളക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വരാം. പിന്നെ അടുത്ത പേജിൽ മറ്റൊരു ദിവസത്തേക്കുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ഈ സിസ്റ്റം തരുന്നുണ്ട്. റൈഡൽ കാരൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സിസ്റ്റം തുടങ്ങിയത്. അദ്ദേഹത്തിന് ADHD ഉണ്ടായിരുന്നു. അത് ADHD ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ സ്വന്തം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു നോട്ട് പുസ്തകത്തിൽ ഒരുപാട് കാലത്തെ ഉപയോഗം കൊണ്ട് പുള്ളി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ ബുള്ളറ്റ് ജേർണൽ എന്നുള്ള സിസ്റ്റം. ബുള്ളറ്റ് ജേർണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ബുള്ളറ്റ് ജേർണലിംഗ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ ഫാൻ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ ഇതാണ്. പുള്ളി ഇങ്ങനെയൊരു ജേർണലിംഗ് മെത്തേഡ് സ്വന്തമായിട്ട് മറ്റാരെയും കാണിക്കാതെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഒരു അവസരത്തിൽ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ അദ്ദേഹത്തിൻ്റെ വിവാഹം അടുത്തപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹം താൻ ചെയ്തിരുന്ന രീതി പരിചയപ്പെടുത്തിയപ്പോഴാണ് ഇത് മറ്റുള്ളവർക്കും ഒരുപാട് ഉപകാരപ്പെടും, എന്തുകൊണ്ട് നീ ഇത് ഷെയർ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു വെബ്സൈറ്റ് തുടങ്ങി ഈ ഐഡിയ ഷെയർ ചെയ്തു. മെല്ലെ അതങ്ങ് വൈറലാവുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ബുള്ളറ്റ് ജേർണലിംഗ് വേണ്ടത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നോട്ട് പുസ്തകം, ഒരു പേന, ഒരു സ്കെയിൽ, അത്രേ നിങ്ങൾക്ക് വേണ്ടൂ. ഏത് ഒരു നോട്ട് പുസ്തകമാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി പേജ് നമ്പറുള്ള പുസ്തകമാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാത്തിനും ഒരു പേജ് നമ്പർ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, തൽക്കാലത്തേക്ക് ഒരു 5 പേജ് ഞാൻ പേജ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പേരൊക്കെ എഴുതാൻ ഉപയോഗിക്കും. ഈ പേജ് വിടാം. രണ്ടാമത്തെ ഒരു സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡെക്സ് എന്നാണ്. ഞാൻ ഇതിൻ്റെ ടേംസ് എല്ലാം ഇനി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നില്ല. അതിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ അവർ പറയുന്നത് അതേ വാക്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ ഉപയോഗിക്കുക. സോ ഇൻഡെക്സ് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് ഒരു അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ഇതിൽ ഇൻഡെക്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഫ്യൂച്ചർ ലോഗ് എന്നാണ്. ഈ ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡിൻ്റെ ഒരു ലാംഗ്വേജിൽ ഫ്യൂച്ചർ ലോഗ് എന്നാണ് ഈ സ്പ്രെഡിന് വിളിക്കുക. ഈ ഫ്യൂച്ചർ ലോഗിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് സാധാരണഗതിയിൽ ഇതങ്ങ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യം ഇത് എത്ര ത്രെഡ് ഉണ്ടെന്ന് ഒന്ന് കൗണ്ട് ചെയ്തേട്ടെ. ഇത് 40 ലൈൻസാണ് ഇതുള്ളത്. ഞാനിത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ 40 എഴുതി വെക്കാറുണ്ട്. സോ അതിൽ 20ാമത്തതിലായിരിക്കും എനിക്കിത് ഹാഫായി ഡിവൈഡ് ചെയ്യാൻ എളുപ്പം. സോ ഇതാണ് 20ാമത്തത്. സോ ഈ ലൈനിൽ വെച്ചിട്ട് ഞാനിതങ്ങ് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, സോ ഇനി ഇത് എൻ്റെ ജനുവരി മന്താണ്. ഫെബ്, മാർച്ച്, ഏപ്രിൽ. ഇനി
ഇത് തന്നെ ഇപ്പോൾ ഒരു വർഷത്തേക്ക്, ഇതിപ്പോൾ ഒരു ചെറിയ നോട്ട്ബുക്കാണ്, എനിക്കിത് ഒരു 6 മാസത്തേക്ക് ഓടുമെന്ന് വിചാരിക്കും. ഒരു 2-3 മാസം ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളിപ്പോൾ ഒരു വർഷത്തേക്ക് ഒരൊറ്റ നോട്ട്ബുക്കാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇത് ചെയ്തിട്ട് ഇത് വീണ്ടും ഒരു ഫ്യൂച്ചർ ലോഗ് ആവും. ഇവിടെ ഏപ്രിൽ ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അങ്ങനെ ഫ്യൂച്ചർ ലോഗ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സോ ഇനി ഇൻഡെക്സിലോട്ട് തിരിച്ചു പോയിട്ട് 4 and 5 അല്ലേ. സോ നമ്മൾ എഴുതും ഫ്യൂച്ചർ ലോഗ് pages 4 to 5. ഇനി നമ്മൾ ഈ ഫ്യൂച്ചർ ലോഗ് ഒരു 2-3 പേജ് കൂടി ഫുൾ ഒരു മുഴുവൻ വർഷത്തേക്കുള്ളത് ഫ്യൂച്ചർ ലോഗ് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് മന്ത്ലി ലോഗാണ്. സോ ഫ്യൂച്ചർ ലോഗ് നമ്മളൊരു നോട്ട്ബുക്കിൽ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ. മന്ത്ലി ലോഗ് നമ്മൾ ഓരോ മാസവും പുതുതായിട്ട് ചെയ്യും. സോ ഈ മാസം ജാനുവരി ആണെന്നുള്ളൊരു അസംഷനിൽ ഞാനിവിടെ ജാനുവരി എന്ന് എഴുതുന്നു, ഈ പേജും ജാനുവരിക്ക് വെക്കുന്നു. സോ ഫുൾ സ്പ്രെഡ് ജാനുവരി മന്ത്ലി ലോഗിന് ഞാൻ കൊടുത്തു. ഇനി ഞാൻ ഈ മന്ത്ലി ലോഗ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ഈ മാസത്തിലെ ദിവസങ്ങൾ എഴുതുക. ഇനി 2026 ജനുവരി 1-ാം തീയതി ഒരു വ്യാഴാഴ്ചയാണ്. സോ അതിന് നമ്മളിവിടെ ഒരു തേഴ്സ്ഡേ എന്നുള്ളതിന് ടി ഇടുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, ഈ 30 വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. സോ വീണ്ടും മൺഡേ, ഇതാണ് നമ്മുടെ മന്ത്ലി ലോഗിൻ്റെ ഈ സ്പ്രെഡിൻ്റെ ഒരു സൈഡ്. ഇനി ഈ സൈഡിൽ നമുക്ക് ജനുവരി 1-ാം തീയതി ചെയ്യേണ്ട കാര്യങ്ങളുടെ ടാസ്കുകൾ എഴുതും. ടാസ്കിന് നമ്മൾ സാധാരണ ഒരു ഡോട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു നൊട്ടേഷനിലൊക്കെ നമുക്ക് വരാം, പക്ഷേ തൽക്കാലത്തേക്ക് ടാസ്കിന് ജസ്റ്റ് ഒരു ഡോട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജിമ്മിൽ ജോയിൻ ചെയ്യാം, അതാണല്ലോ മിക്കവാറും എല്ലാവരും ജാനുവരി 1-ന് ചെയ്യുന്നത്. ഓട്ടം തുടങ്ങാം, സ്റ്റാർട്ടിങ്. ഓക്കെ, സ്റ്റാർട്ട് റണ്ണിങ് അല്ലേ. ഇങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ലോഗ് ആയി, മന്ത്ലി ലോഗ് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ ദിവസത്തെ തുടങ്ങുന്നത്. സോ ജനുവരി 1-ാം തീയതി 1 26 ആണെങ്കിൽ എനിക്ക് തേഴ്സ്ഡേ എന്നുള്ളത് എഴുതാം. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ഇനി ഡെയിലി ലോഗിങ്ങിലോട്ട് വരുമ്പോഴാണ് നമുക്കിനി റാപ്പിഡ് ലോഗിങ് എന്ന ബുള്ളറ്റ് ജേർണലിലെ ഒരു ഫീച്ചർ നമുക്ക് പരിചയപ്പെടുത്തേണ്ടത്. റാപ്പിഡ് ലോഗിങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ എഴുതിപ്പോൾ മിക്കവാറും എല്ലാവരും ജേർണലിംഗ് നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് എഴുതണ്ടേ ഒരു 2 പേജ് 3 പേജ്. അപ്പോൾ അതിന് പകരം റൈഡൽ കാരൽ സജസ്റ്റ് ചെയ്യുന്നത് റാപ്പിഡ് ലോഗിങ് ആണ്. അതിലൊന്നാമത്തത്, അതിന് കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ടാസ്ക് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോട്ട്, റൈറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ജാനുവരിയിലെ നമ്മളെ ടാസ്ക്കാണ് ജോയിൻ ജിം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ 1-ാം തീയതി വ്യാഴാഴ്ച തന്നെ പോയി അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് ഞാൻ എഴുതി വെക്കുന്നു ഡോട്ട് ഇട്ടിട്ട് ജോയിൻ ജിം. ഇനി ബൈ റൈസ്. ഓക്കെ, അങ്ങനെ ടാസ്കുകൾ നമ്മൾ എഴുതുന്നു. ഇനി എന്തെങ്കിലും ഒരു ഇവൻ്റ് ആണെന്ന് വിചാരിക്കും, ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ, റൈറ്റ്. അതിന് നമ്മൾ ഒരു റൗണ്ടാണ് ഉപയോഗിക്കുക, റൈറ്റ്. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ നമ്മൾ എഴുതുന്നു. ഇനി ഈ ടാസ്ക് പകുതി കംപ്ലീറ്റ് ആയെങ്കിൽ നമ്മളവിടെ പോയി എൻക്വയറി നടത്തി ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു വന്നു. സോ എനിക്ക് ഹാഫ് ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ ആ ടാസ്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയെങ്കിൽ എനിക്കിത് ഫുള്ളായിട്ട് ക്രോസ് ചെയ്യാം. ഇനി ഒരു നോട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതൊരു ഇവൻറ്റും അല്ല, നമുക്കൊരു പ്രത്യേകിച്ചൊരു നോട്ട് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ, ഓക്കെ, അത് ഞാൻ കളാക്കി. ഇവിടെ ഒരു ലൈൻ, സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചിട്ട് ആ നോട്ട് എഴുതുന്നു. ഇത് വേണമെങ്കിൽ ഒരു ഇവൻ്റ് ആണെന്ന് പറയാം ആക്ച്വലി.
സോ നമുക്ക് അങ്ങനെ എഴുതി നോക്കാം. സോ ഇതൊരു ഇവൻ്റാണ്, മെറ്റ് ആൻ ഓൾഡ് ഫ്രണ്ട്, റൈറ്റ്? ആ ഇവൻറ്റിൽ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരു നോട്ട്സ് എഴുതുന്നത് വയ്ക്കും. സോ അതിനിവിടെ ഒരു സബ് ടാസ്ക് പോലെ നോട്ടിൻ്റെ നൊട്ടേഷൻ വരയ്ക്കുന്നു ഞാൻ, അല്ലേ? ഇങ്ങനൊരു ലൈൻ വരച്ചിട്ട് എന്തെങ്കിലും ഡിസ്കസ് അബൌട്ട് എ ട്രിപ്പ്. ഇനി വീണ്ടും അതിൽ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഉണ്ടാകും. സോ സാധാരണഗതിയിൽ നമ്മൾ ഒരു ജേർണലിംഗ് മെത്തേഡ് ആണെങ്കിൽ ഇന്ന് ഞാനിവിടെ പോയി ഇയാളെ കണ്ടു, പിന്നെ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 5 പാരഗ്രാഫ് 2 പാരഗ്രാഫ് എഴുതും. അതിന് പകരം റാപ്പിഡ് ലോഗിങ്ങിൽ ഇങ്ങനെ എഴുതി വെക്കാം. പക്ഷേ ഇനി വേണമെങ്കിൽ റാപ്പിഡ് ലോഗിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പേജ് എടുത്തിട്ട് ആ ഒരു ഇവൻറ്റിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് സ്റ്റോറി പോലെ നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ വേണമെങ്കിൽ എഴുതാം. അതിനുള്ള ഫ്ലെക്സിബിലിറ്റിയും ബുള്ളറ്റ് ജേർണലിംഗ് മെത്തേഡ് തരുന്നുണ്ട്. ഇനി ഇതാണ് മെയിനായിട്ടുള്ള കുറച്ച് നൊട്ടേഷൻസ്. ഇനിയിപ്പോൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജേർണൽ ചെയ്യുന്നവരാണെങ്കിൽ ഫീലിങ്സിന് ഒരു ഈ അടുത്ത് റൈഡർ ആഡ് ചെയ്ത ഒരു നൊട്ടേഷനാണ് ഇങ്ങനെ ഒരു ഈക്വൽ സൈൻ. സോ ഫെൽറ്റ് ഗുഡ് about meeting a friend, അല്ലേ? ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിന് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ഹാർട്ടിൻ്റെ സൈൻ എഴുതിയിട്ട് ഐ ആം താങ്ക്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതും. സോ ഇത് വേണമെങ്കിൽ നമുക്ക് അത് അഗെയിൻ ഫ്ലെക്സിബിലിറ്റിയാണ്, നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇനി ടാസ്കിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ജോയിൻ ജിം എന്നുള്ള ടാസ്ക് ഞാനിവിടെ വീണ്ടും എഴുതുകയാണ്. ബൈ റൈസ് എന്നുള്ള ടാസ്ക് ഞാൻ വീണ്ടും ഒന്ന് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് വീണ്ടും എഴുതുകയാണ്. ഈ ജോയിൻ ജിം എന്നുള്ള കാര്യം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, നാളെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു നൊട്ടേഷൻ ആ ടാസ്കിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് അതെങ്ങനെയാവും, അടുത്ത ദിവസത്തേക്ക് ഞാൻ എഴുതുമ്പോൾ 2/1/26 അതിപ്പോൾ ഫ്രൈഡേ ആയിരിക്കില്ലേ, അവിടേക്ക് ഞാൻ ആ ടാസ്ക് എഴുതുകയാണ്, ജോയിൻ ജിം. ഇതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പിറ്റേ ദിവസത്തേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഈ മാസത്തേക്കുള്ള അരി ഉണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ, പക്ഷേ അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് എനിക്കിത് വാങ്ങിയാൽ മതിയെങ്കിൽ ഞാനിത് സ്കെഡ്യൂൾ ചെയ്യും. അതിന് ഞാൻ ഈ ബാക്ക് ആരോ യൂസ് ചെയ്യും. ബാക്ക് ആരോ യൂസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടേക്ക് പോകും, ഇതിപ്പോൾ ജാനുവരി പോലെ ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ ലോഗിൽ ജാനുവരിയിലേക്കും ഫെബ്രുവരിക്കും ആവശ്യമുള്ള റൈസ് ഉണ്ട്. സോ ഞാനത് മാർച്ചിലോട്ട് മാറ്റുന്നു. അങ്ങനെ ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും, ഇതുപോലെ ഞാൻ ഫെബ്രുവരിക്ക് വേണ്ടി ഒരു മന്ത്ലി ലോഗ് ഉണ്ടാക്കാം, അല്ലേ? അപ്പോൾ ഞാൻ ജാനുവരിയിലെ ടാസ്കുകൾ നോക്കും. ഇവിടെ നിന്നും അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഫെബ്രുവരി എന്നുള്ള പേജിലോട്ട് മന്ത്ലി സ്പ്രെഡിലോട്ട് മാറ്റും. നിങ്ങൾ റൈഡർ കാരലിൻ്റെ ബുള്ളറ്റ് ജേർണൽ മെത്തേഡ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൈഗ്രേഷൻ എന്ന സമയത്താണ് നമ്മൾ റിവ്യൂ, നമ്മൾ ഈ മാസം എന്തൊക്കെ അച്ചീവ് ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ റിവ്യൂ പ്രോസസ്സിൽ ചെയ്യുന്നത്. ആ റിവ്യൂവിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഐഡിയൽ റിവ്യൂ പ്രോസസ്സ് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു ബേസിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിവ്യൂ മൈഗ്രേഷൻ എന്നീ കൺസെപ്റ്റുകളുണ്ടെന്ന് മാത്രം ഇപ്പോൾ പറയാം. ഇനി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പരിപാടിയും കൂടിയും റൈഡർ കാരൽ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 4, 5 നമുക്ക് ഈ പേജ് നമ്പറും കൂടി ഒന്ന് ഇട്ട് പോവാം. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ എഴുതി തുടങ്ങി. അതിനിടയിൽ എനിക്ക് തോന്നി ഈ വർഷം വായിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ്. സോ ഇതാണ് അഗെയിൻ ഫ്ലെക്സിബിലിറ്റിയുടെ ഇതാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഫ്ലോ ബ്രേക്ക് ചെയ്യാതെ തന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു കളക്ഷൻ എന്നാണ് ആ ഒരു സിസ്റ്റത്തിന് പറയുന്നത്. ഇത് ഡെയിലി ലോഗ് ആണെങ്കിൽ ഇതൊരു കളക്ഷനാണ്. സോ ഞാനൊരു പുതിയ കളക്ഷൻ ഉണ്ടാക്കുകയാണ്, ബുക്സ് ടു റീഡ്. പേജ് നമ്പർ എത്രയാണ്? 10. അപ്പോൾ ഞാൻ തിരിച്ച് ഇൻഡെക്സിലോട്ട് പോയിട്ട് ബുക്സ് ടു റീഡ് 10 and 11 ഈ സ്പ്രെഡിലാണ് എൻ്റെ ബുക്സ് ടു റീഡ് ഇരിക്കുന്നത് എന്ന് ഇൻഡെക്സിൽ മാർക്ക് ചെയ്യുന്നു. സോ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പേജിലോട്ട് കണ്ടുപിടിച്ച് എത്താൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. പിന്നെ ഞാൻ ബുക്സിൻ്റെ പേര് അങ്ങ് എഴുതുന്നു.
സോ ഈ സ്പ്രെഡ് അല്ലെങ്കിൽ ഈ 2 പേജ് എനിക്ക് ബുക്കുകൾ വായിക്കാനുള്ള പുസ്തകങ്ങൾ എഴുതാനുള്ളതാണ്. ഇനി ഈ കളക്ഷൻസ് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് നിറഞ്ഞു പോയാൽ ഇനി എവിടെ എഴുതും? കാരണം ഞാനിപ്പോൾ ഇവിടെ ഇനി 3-ാം തീയതി 4-ാം തീയതി ഒക്കെ എഴുതി തുടങ്ങില്ലേ. അപ്പോൾ കളക്ഷൻസിൻ്റെ ത്രെഡിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് കുറച്ച് അഡ്വാൻസ് ബുള്ളറ്റ് ജേർണലിങ്ങിൽ വരുന്നതാണ്. അത് നമുക്ക് പിന്നൊരു വീഡിയോയിൽ നോക്കാം. ഇനി മറ്റൊരു വീഡിയോയിൽ ഇനി ഈ ബുള്ളറ്റ് ജേർണലിംഗ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് ട്വീക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ടാക്കിയ മറ്റ് മെത്തേഡുകളുണ്ട്, പ്രൊഡക്ടിവിറ്റി മെത്തേഡ്സ് ഉണ്ട്. സോ ഇത് ബുള്ളറ്റ് ജേർണലിംഗ് ബേസിക്സ് ആണ്. ഇനി ബുള്ളറ്റ് ജേർണലിങ്ങിനെ കുറേ കൂടി മൈൻഡ്ഫുൾനെസ്, പ്രൊഡക്ടിവിറ്റി, പ്രൊജക്ട് മാനേജ്മെൻറ്റിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിൻ്റെ ഒരു ഇത്. സോ ബുള്ളറ്റ് ജേർണലിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, ബൂജോ എന്നാണ് ഒരു ഷോർട്ടായിട്ട് പറയുക, ബുള്ളറ്റ് ജേർണലിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തി അവരുടെ സിസ്റ്റം ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമുക്കിനി പോകേണ്ടതുണ്ട് ബാക്കിയുള്ള വീഡിയോസിൽ. സോ തൽക്കാലം ഇതാണ് ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ ബേസിക്സ്. ഇനി ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെ എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ പോയിട്ട് ബുള്ളറ്റ് ജേർണലിംഗ് അല്ലെങ്കിൽ ബൂജോ എന്ന് പിൻട്രസ്റ്റിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ വരയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് ഭംഗിയുള്ള സ്പ്രെഡുകളായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് കാണും. മിക്കവാറും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് എല്ലാം അങ്ങനത്തെ ആയിരിക്കും. പക്ഷേ ബുള്ളറ്റ് ജേർണലിംഗ് എന്നുള്ളത് കോർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റും ഈ നൊട്ടേഷൻസും മാത്രമാണ്. നിങ്ങളിപ്പോൾ റൈഡർ കാരൻ്റെ വെബ്സൈറ്റിൽ bulletjournaling.com എന്നുള്ള സൈറ്റിൽ പോയാലും അദ്ദേഹം കാണിക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ നൊട്ടേഷൻസ് വെച്ചായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വരയ്ക്കാനും നിങ്ങളങ്ങനെ കലാപരമായിട്ടുള്ള കഴിവുകളാണെങ്കിൽ ബൈ ഓൾ മീൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. എൻ്റെയൊക്കെ ജോലി നിങ്ങൾക്ക് വായിക്കാൻ കഴിയണം. നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ബുള്ളറ്റ് ജേർണലിംഗ് തുടങ്ങിയത് അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. അത്രയും മാത്രമേ തൽക്കാലത്തേക്ക് നോക്കിയാൽ മതി. പിന്നീട് മെല്ലെ ഇനിയിപ്പോൾ ഒരു കൈയേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ പല കളറിലുള്ള പേന യൂസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അതെല്ലാം ചെയ്യാം. പക്ഷേ തുടക്കത്തിൽ ഒരു പേന, ഒരു പേപ്പർ, ഒരു സ്കെയില് തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് മാത്രം മതി. പിന്നെ മന്ത്ലി ലോഗ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നീട് ജസ്റ്റ് ഒരു പേനയും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയാണ് ബുള്ളറ്റ് ജേർണലിംഗ് ബേസിക്സ്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് പുതിയ വീഡിയോ ചെയ്യുന്നതാണ്. ഓൾറൈറ്റ്, താങ്ക് യു.